ക്രിക്കറ്റ് ചുറ്റുവട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPL ഇന്ന് മുംബൈ ഇന്ത്യൻസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലാണ് മത്സരം. SRH ഇപ്പോ നല്ല ഫോമിൽ കളിക്കുന്ന ടീമാണ്. അവർ അവസാനം കളിച്ച 4 മത്സരം വിജയിച്ചിട്ടാണ് വരുന്നത്. ഇവരുടെ വിന്നിംഗ് സ്ട്രീക്ക് ഇന്ന് അവസാനിപ്പിക്കാൻ മുംബൈക്ക് പറ്റുമോ? എന്നാൽ മുംബൈയുടെ അവസ്ഥ അങ്ങനെയല്ല. മുംബൈ കുറച്ച് പരിതാപകരമാണ്. അവർക്ക് മികച്ച സ്കോഡൊക്കെ ഉണ്ട്, പക്ഷേ ഗ്രൗണ്ടിൽ അതൊന്നും കാണുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പൊ മുംബൈ ഉള്ളത്. അതൊക്കെ പരിഹരിച്ചിട്ട് മുംബൈക്ക് തന്നെ ജയിച്ച് പറ്റൂ. അവർക്കിപ്പോ അവരുടെ സൂപ്പർ താരം മിച്ചൽ സാന്റ്നർ റൂൾഡ് ഔട്ട് ആയിട്ട് അതിന് പകരം അവർ കേശവ് മഹാരാജിനെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും മത്സരത്തിലേക്ക് വരുമ്പോൾ മത്സരം വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് നടക്കുക. അപ്പൊ നമുക്ക് പിച്ച് റിപ്പോർട്ട്, ടീം ന്യൂസും പ്രോബബിൾ ലൈനും പിന്നെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ നോക്കേണ്ടതുണ്ട്. പിച്ച് റിപ്പോർട്ട് നമുക്ക് പറയാലോ, വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് കളി നടക്കുക. ഇവിടെ ഒരു വലിയ സ്കോർ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മള്. ഒരു 230, 240 ഒക്കെ തന്നെ വരാനുള്ള ചാൻസ് നൈറ്റ് ഗെയിമായിട്ട് തന്നെ വാങ്കഡയിൽ ഡ്യൂ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. പക്ഷേ സ്പിന്നേഴ്സിന് ഇപ്പൊ കുറച്ച് കളിയായിട്ട് സ്പിന്നേഴ്സിന് കുറച്ച് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ട ഒന്നാണ്. അതാണെങ്കിൽ സ്പിന്നിന് കുറച്ച് ഇമ്പാക്ട് കിട്ടും, പഴയ വാങ്കഡയല്ല. പക്ഷെ നല്ലൊരു റൺസ് ഒഴുകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. മറ്റു കാര്യങ്ങൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ രോഹിത് ശർമ്മയുടെ കാര്യം, രോഹിത് ശർമ്മ ഇന്നും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു ഡൗട്ട്ഫുൾ ആണെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന് ഒരു പക്ഷെ അദ്ദേഹം ഇന്ന് കളിച്ചേക്കില്ല എന്നും കൂടി പറയുന്നുണ്ട്. കാരണം അവസാനത്തെ 3 കളി അദ്ദേഹം ഹാംസ്ട്രിങ് ഇഞ്ചറി വെച്ചിട്ട് പുറത്തായിരുന്നു. പക്ഷെ അദ്ദേഹം ഇന്നലെ ചൊവ്വാഴ്ച ബുധനാഴ്ചയൊക്കെ ട്രെയിനിങ് ചെയ്യാൻ ആരംഭിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് ഇന്ന് കളിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഡൗട്ട്ഫുൾ ആണ്. പിന്നെ മറ്റൊരു കാര്യം, സൗത്ത് ആഫ്രിക്കൻ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ കേശവ് മഹാരാജിനെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ അദ്ദേഹം കളിക്കും, അല്ലെങ്കിൽ പിന്നെ ബിൽ ജാക്സനെ കളിപ്പിക്കും. കാരണം SRC ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ നമുക്കറിയാലോ, അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, ഇഷാൻ കിഷൻ ലെഫ്റ്റീസ് ആണ്. അപ്പൊ ഒരു പക്ഷേ ബിൽ ജാക്സൺ ഇറക്കാനുള്ള ചാൻസ് ഉണ്ട്. അദ്ദേഹം റൈറ്റ് ആം ഓഫ് സ്പിന്നർ ആണെന്ന് നമുക്കറിയാലോ. അപ്പോൾ ഒന്നിക്കലും മഹാരാജ് അല്ലെങ്കിൽ ജാക്സൺ ഒരാളെ കളിപ്പിക്കും എന്ന കാര്യം കൂടി അങ്ങനെയാണ് ഇപ്പൊ പറയപ്പെടുന്ന കാര്യം. മറ്റു കാര്യങ്ങളൊക്കെ ഇഷാൻ കിഷൻ പറയുന്ന കാര്യം, ഇഷാൻ കിഷൻ പറയുന്നു, എനിക്കിത് ഹോം സീസൺ ആയിരുന്നു. IPL 7 സീസൺ ഹോം സീസൺ ആയിരുന്നു. അതായത് ഹോം ഗ്രൗണ്ട് ആയിരുന്നു. 2018 മുതൽ 24 വരെ ഞാൻ മുംബൈയുടെ വലിയ ഭാഗമായിരുന്നു. അതെനിക്ക് വേണ്ടിയിട്ട് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയ പ്ലെയർ ആണെന്ന് കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അവിടത്തേക്ക് തിരിച്ചെത്താൻ പറ്റുന്ന സന്തോഷമുണ്ട്. അതായത് ആ ഗ്രൗണ്ടിലേക്ക് തിരിച്ചെത്താൻ സന്തോഷമുണ്ട്. എനിക്ക് കൂടുതൽ അവിടെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഇഷാൻ കിഷൻ പറയുന്നത്. പിന്നെ അഫ്ഗാനിസ്ഥാന്റെ 20 വയസ്സായിട്ടുള്ള അല്ലാ ഗസൻഫർ, അദ്ദേഹമാണ് ഇപ്പൊ മുംബൈയുടെ യഥാർത്ഥത്തിൽ ടോപ്പ് വിക്കറ്റ് ടേക്കർ. അദ്ദേഹം മികച്ച രീതിയിൽ തന്നെ മിഡിൽ ഓവേഴ്സിൽ ബൗളിംഗ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എക്കണോമി റേറ്റ് 8.61 ആണ്. അത് മുംബൈയുടെ ടോപ്പ് 5 സ്പിന്നേഴ്സ് വരുന്ന ഏറ്റവും മികച്ച എഫക്റ്റീവ് ആയിട്ടുള്ള ബോളർ ഇപ്പോ അല്ലാ ഗസൻഫറാണ്. അപ്പൊ ഗസൻഫറിൽ നിന്ന് SRH ബാറ്റേഴ്സിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും എന്ന കാര്യത്തിൽ സംശയങ്ങൾ വേണ്ട. മറ്റൊരു കാര്യത്തിലേക്ക് വന്നാൽ SRH അവരുടെ അവസാനം കളിച്ച 6 ഒറ്റ കളി മാത്രമേ മുംബൈക്ക് എതിരെ ജയിച്ചിട്ടുള്ളൂ. അതേപോലെ അവസാനം കളിച്ച 9 വാങ്കഡെ സ്റ്റേഡിയത്തിൽ അവസാനം കളിച്ച 9 കളി അവസാനം 2 കളി മാത്രമേ ജയിച്ചിട്ടുള്ളൂ. പക്ഷേ SRH ഇപ്പോഴത്തെ ഫോം നമുക്കറിയാമല്ലോ. SRH ഇപ്പൊ എല്ലാ കളിയും വിജയിച്ചാണ്. അപ്പൊ അവർക്ക് ഇന്നും വിജയത്തിന് കുറവായി പ്രതീക്ഷിക്കുന്നില്ല. അവർ മികച്ച LRCയിലൂടെ 12 പോയിന്റുമായി അവര് 2ാമതോ 3ാമതോ ഒക്കെ എത്താനുള്ള ചാൻസുകൾ കൂടുതലാണ്. പിന്നെ മറ്റൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മുംബൈയാണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സ് യൂസ് ചെയ്ത ടീം. 22 പ്ലേയേഴ്സിനാണ് അവർ യൂസ് ചെയ്തത്. ഒരു സ്കോഡിൽ 22 പ്ലെയറിനെ യൂസ് ചെയ്ത് കഴിഞ്ഞു. അവർക്ക് ഇഞ്ചുറി പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളുണ്ട്. ഇതിലിപ്പോ ഹെഡ് കോച്ച് പറയുന്നുണ്ടായിരുന്നത് ചില മാറ്റങ്ങളൊക്കെ നമ്മൾ ഫോഴ്സ്ഫുള്ളി എടുക്കുന്ന തീരുമാനങ്ങളാണ്. അത് ടാക്ടിക്കൽ മൂവ്സ് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇഞ്ചുറി പ്രശ്നങ്ങൾ വരുമ്പോൾ ആ സ്പോട്ടിൽ നമുക്ക് മറ്റൊരു പ്ലെയർ എടുക്കാൻ കഴിയില്ലെങ്കിൽ അവർ ഇടേണ്ടി വരും. അതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ജസ്പ്രീത് ബുംറ അല്ലാണ്ട് മറ്റാരും എക്സ്പെൻസീവ് സ്പേസിൽ കളിക്കുന്ന ബോളറിന്റെ എന്ന കാര്യം കണ്ടീഷനിൽ. പിന്നെ അവർക്കിപ്പോ 100 അതായത് കിംബൻ ഡിക്കുക്ക് തിലക് 8 പേര് മാത്രമാണ് സീസണിൽ 100 അടിച്ചത്. പക്ഷേ ഈ ഇൻകൺസിസ്റ്റന്റ് ആണ്. തിലക് കളിക്കുന്നുണ്ട്. പക്ഷേ വലിയ സ്കോറിലേക്ക് പോയില്ല. സൂര്യകുമാർ അതിന്റെ ഫോമാറ്റിക് പ്രശ്നമാണ്. ഹാർദിക് പാണ്ഡ്യയുടെ ഫോമാറ്റിക് പ്രശ്നമാണ്. ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അതിലിപ്പോ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ 103 റൺസ് എന്ന ചരിത്രത്തിൽ ഏറ്റവും വലിയ തോൽവി വരുത്തുന്ന കാഴ്ചയും കണ്ടില്ലേ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ട് എന്ന കാര്യം കൂടി നോക്കണം. പിന്നെ മുംബൈക്ക് യഥാർത്ഥത്തിൽ അവർക്ക് ഇന്ന് ജയിച്ചേ പറ്റും. അതുകൊണ്ട് അവര് അഗ്രസീവ് ഇന്നിംഗ്സോട് കൂടി കളിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം. മറ്റു കാര്യങ്ങളിലേക്ക് വന്നപ്പോ SRHന്റെ കാര്യം, SRHനിപ്പോ അവർക്ക് അഭിഷേക് ശർമ്മ മികച്ചപ്പോൾ, ഇഷാൻ കിഷൻ മികച്ചപ്പോൾ, ഹെൻറി ക്ലാസ് മികച്ചപ്പോൾ, അവരുടെ ബാറ്റിംഗ് ഒക്കെ മികച്ച രീതിയിൽ കളിക്കുന്നത് ഉഷാറായി. അവര് കളിക്കുന്നതിന്റെ ഹാർഷ് പറയണം.
പക്ഷേ ടീം നാഷണലിലാണെന്നൊക്കെ പുറത്തുമുണ്ട്. അതൊക്കെ നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. അപ്പൊ അതിന് ബാറ്റിംഗ് ഡെപ്തും എടുത്ത് പറയണം. SRHന്റെ ബാറ്റിംഗ് ഡെപ്ത് നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. എല്ലാവർക്കും മികച്ച ബോളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രോബ്ലം ലൈനപ്പിലേക്ക് വന്നാൽ മുംബൈ കാര്യത്തിൽ രോഹിത് ശർമ്മ ഓർ ദിനേശ് മലേവാർ. നമ്പർ 12 ടീമിന്റെ അതായത് ഓപ്പണിംഗില് രോഹിത്തോ മലേവാർ ഇവിടെ കളിക്കും. നമ്പർ 3 നമാൻ പിള്ളേർ, നമ്പർ 4 സൂര്യകുമാർ, നമ്പർ 5 തിലക് വർമ്മ, നമ്പർ 6 ഹാർദിക് പാണ്ഡ്യ, നമ്പർ 7 ഷർപ്പേന്ദ്ര വരുമ്പോൾ നമ്പർ 8 വില്ലിയാൻസ് ഓർ കേശവ് മഹാരാജ് വരും. നമ്പർ 9 ക്രിഷ് ബഗലു, നമ്പർ 10 അശ്വിനി കുമാർ, നമ്പർ 11 ജസ്പ്രീത് ബുംറ, നമ്പർ 12 വിക്കറ്റായിട്ട് അള്ളാഹ് ഹസൻ പറഞ്ഞെടുക്കാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്. SRH ഒരു വലിയ മാറ്റത്തിലേക്കൊന്നും അവർ പോകാൻ ചാൻസ് ഇല്ല. പക്ഷെ പ്രൊഫൈൽ ഇന്ത്യക്ക് പുറത്തിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് സൈഡിനോട് അഭിഷേക് ശർമ്മ ഓപ്പൺ ചെയ്ത് ശങ്കേഷ് നമ്പർ 3 കളിയും നമ്പർ 4 നിതീഷ് കുമാർ റെഡ്ഡി നമ്പർ 5 സലീൽ അറോറ നമ്പർ 6 അനികേത് വർമ്മ നമ്പർ 7 പാറ്റ് കമ്മിൻസ് നമ്പർ 8 ഇവർ നോക്കണം. ബാറ്റിംഗ് ഡെപ്ത് നോക്കണം. നമ്പർ 9 ശിവകുമാർ, നമ്പർ 10 നിഷാൻ മലിക, നമ്പർ 11 ഞാൻ ഡൗട്ടുള്ളത് പ്രത്യേകിച്ചോട് അശ്വിൻ രണ്ടാളുകൾക്കും ഇമ്പാക്ട് ഷക്കീബ് ഹുസൈൻ വരാനുള്ള സാധ്യതകളും കൂടുതൽ കാണുന്നുണ്ട്. മികച്ച പോരാട്ടങ്ങളെ ആരാധകർ കാത്തിരിക്കട്ടെ. ഈ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് വിജയിക്കുമെന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ. അപ്പോൾ കളിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സ് വിശേഷങ്ങൾ വീട്ടിലെത്താം.